ഇന്ന് ഞാൻ നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ സന്തോഷമാണ് പങ്കുവയ്ക്കുന്നത്. ആ അമ്മ വരുമ്പോൾ ഉള്ള അവസ്ഥയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു, വാക്കറിലായിരുന്നു. അതുപോലെ സംസാരം ഒട്ടും ക്ലിയർ ആയിരുന്നില്ല. കാണാമല്ലോ. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലെ 15 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം അമ്മ പോകുമ്പോൾ അമ്മ നന്നായിട്ട് നടക്കുന്നുണ്ട്, സംസാരം ക്ലിയറാണ്, അതുപോലെ വിറയൽ വളരെ കുറവാണ്. അമ്മയ്ക്ക് കമ്പവാതമായിരുന്നു, അതല്ലെങ്കിൽ പാർക്കിൻസൺസ് ഡിസീസ് എന്ന് മോഡേൺ മെഡിസിനിൽ പറയുന്ന അസുഖമായിരുന്നു. ആയുർവേദത്തിൽ കൃത്യമായ ചികിത്സാ പ്രോട്ടോക്കോൾ ഉള്ള ഒരു അസുഖമാണ് കമ്പവാതം. വാതരോഗങ്ങളിൽ ഒരു പ്രധാന അസുഖമാണ് കമ്പവാതം എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിൻ സെൽസിലെ ഡോപ്പമിൻ സെക്രീഷൻ കുറയുമ്പോൾ വരുന്ന അസുഖമാണ് പാർക്കിൻസൺസ് ഡിസീസ്. പക്ഷേ കമ്പവാതത്തിൽ നമ്മുടെ ബ്രെയിൻ സെൽസിൻ്റെ ഉത്തേജനം മാത്രമല്ല ചികിത്സ വരുന്നത്, നമ്മുടെ മൊത്തത്തിലുള്ള വാതരോഗ ചികിത്സയും പഞ്ചകർമ്മ ഡീടോക്സിഫിക്കേഷൻ തെറാപ്പിയും റിജുവിനേഷനും രസായന ചികിത്സയും ഒക്കെ കൂടെയുള്ള ഒരു സമഗ്രമായ ചികിത്സയാണ് ആയുർവേദത്തിൽ കമ്പവാതത്തിന് വരുന്നത്. അപ്പോൾ 15 ദിവസത്തെ ഒരു ചികിത്സയ്ക്ക് ശേഷം അമ്മ പോകുമ്പോൾ അമ്മയ്ക്ക് വന്ന മാറ്റങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് പൊതുജനത്തിന് ഉള്ള ഒരു അവയർനെസ്സാണ്. മോഡേൺ മെഡിസിനിൽ പാർക്കിൻസൺസ് ഡിസീസിന് ഉള്ള ചികിത്സയേക്കാൾ കൂടുതൽ നമുക്ക് ആയുർവേദത്തിന് പാർക്കിൻസൺസ് ഡിസീസ് അല്ലെങ്കിൽ കമ്പവാതത്തിന് ചെയ്യാൻ സാധിക്കും. അവർക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ സ്ട്രെസ് ലെവൽ മാനേജ്മെൻറ്റ് ഏതൊരു അസുഖത്തിനും ചികിത്സയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഓൾഡ് ഏജിൽ വരുന്ന ഒരു അരക്ഷിതാവസ്ഥയൊക്കെ മാനേജ് ചെയ്യാനായിട്ട്, അവരുടെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാനായിട്ട്, കമ്പവാതം പോലെയുള്ള ചികിത്സകൾ വരാതിരിക്കാനായിട്ട് ആയുർവേദത്തിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളേവരും ആയുർവേദത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.